ഏറ്റക്കുറച്ചുകളോടെ നിലനിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ സമൂഹത്തിലെ യാഥാർത്ഥ്യം. ഇതിന്റെ പേരിലുള്ള പീഡനങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് വർദ്ധിച്ചു വരികയാണ്. ഇപ്പം വർത്തമാന പത്രങ്ങളൊക്കെ തന്നെ വളരെ പരോക്കിലാണ്, ലോക്കലൈസ് ആയിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്നുമുണ്ട്. ഇപ്പോ കോഴിക്കോട് ഒരു മരണം നടന്നിട്ടുണ്ടെങ്കിൽ അത് പക്ഷെ തിരുവനന്തപുരത്ത് അറിഞ്ഞു കഴിഞ്ഞു. പക്ഷെ അങ്ങനെയുള്ള പത്രങ്ങൾ എല്ലാ ജില്ലകളുടെയും പത്രങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടി മിക്കവാറും എല്ലാ ദിവസവും 4-5 സ്ത്രീധന മരണങ്ങൾ തന്നെ നമ്മൾ നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത്. അത്തരത്തിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു. ഞാൻ പറഞ്ഞ സ്ത്രീകൾ ജനിച്ചു വരുമ്പോൾ മുതൽ തന്നെ ഉണ്ടാകുന്ന വിവേചനങ്ങൾ, ചൂഷണങ്ങൾ, പീഡനങ്ങൾ, പെൺകുട്ടികൾ വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ, സ്ത്രീധന പ്രശ്നം കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള പ്രശ്നമാണ്. പക്ഷെ അതിനിടയ്ക്ക് ഉണ്ടാകുന്ന അവരുടെ വിദ്യാഭ്യാസം ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ കുറെ കേസുകൾ വരുന്നത്, ഞങ്ങളുടെയൊക്കെ എന്ന് പറയുമ്പോൾ ഞങ്ങൾ കോഴിക്കോട് അന്വേഷി വിമൻസ് കൗൺസിലിംഗ് സെന്റർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. 1993 മുതൽ രജിസ്റ്റേർഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അതിൽ കൗൺസിലിംഗ് ഉണ്ട്, ലീഗൽ എയ്ഡ് സെല്ലുണ്ട്, ഷോർട്ട് സ്റ്റേ ഹോം ഉണ്ട്, ഒരു ലൈബ്രറി ഉണ്ട്. ഞങ്ങൾ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളും മറ്റു പ്രവർത്തനങ്ങളും ഒക്കെ നടത്തുന്നു. പഠനകാലത്ത് ഞങ്ങൾ നടത്തിയിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് നഗരങ്ങൾ എങ്ങനെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും സുരക്ഷിതമാക്കാം എന്നുള്ളതാണ്. അത് തിരുവനന്തപുരത്തും അതുപോലുള്ള പ്രവർത്തനം നടന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കോഴിക്കോട് അത്തരത്തിലുള്ള പഠനങ്ങളാണ്, അത് പ്രവർത്തനമല്ല, പഠനങ്ങൾ ഇങ്ങനെയാണ് പൊതുസ്ഥലത്ത് എത്തിപ്പെടുന്ന സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം. അങ്ങനെ കുറേയേറെ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഒരു സംഘടനയാണ് അന്വേഷിക്കുന്ന സംഘടന. ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങളെപ്പോലുള്ള സംഘടനകൾ ഇത്തരം പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇതൊക്കെ തന്നെ ഞങ്ങളുടെ പ്രശ്നമല്ല, ഇത് സ്ത്രീകളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ സ്വകാര്യ പ്രശ്നങ്ങളാണ്, ഇത് ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങളല്ല എന്നുള്ള രീതിയിലായിരുന്നു ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയ കാലഘട്ടത്തിലൊക്കെ രാഷ്ട്രീയ പാർട്ടികളും പ്രസ്ഥാനങ്ങളും കൈകാര്യം ചെയ്യുന്നു. ഞങ്ങൾക്ക് അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള വിലക്കയറ്റമുണ്ട്, അതുപോലെ തൊഴിലില്ലായ്മയുണ്ട്, ഈ നാട്ടിലെ അപകടത്തിന്റെ പ്രശ്നങ്ങളുണ്ട്, വികസനത്തിന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും ശ്രദ്ധിക്കപ്പെടുന്ന പ്രശ്നങ്ങളല്ല എന്നുള്ള രീതിയിൽ സ്വകാര്യ മേഖലയിലാണ് കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്നുള്ള സമീപനം ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെയൊക്കെ തന്നെയായിരുന്നു സമൂഹം കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ ആ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആ മാറ്റങ്ങളിൽ തീർച്ചയായും ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകരുടെ പങ്കും ഉണ്ട് എന്നുള്ളത് വലുതാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് തീർച്ചയായിട്ടും ഇത്തരം പ്രശ്നങ്ങൾ, അതായത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ എന്ന് പറഞ്ഞ വിഷയം, അത് രാഷ്ട്രീയ പ്രശ്നമാണ്, സ്വകാര്യ പ്രശ്നമല്ല. അതൊരു പൊതു പ്രശ്നമാണ്, രാഷ്ട്രീയ പ്രശ്നമാണ്, സമൂഹത്തിന്റെ പ്രശ്നമാണ്. ജനസംഖ്യയിലെ 50% വരുന്ന ജനവിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ ഒരിക്കലും ഇങ്ങനെ സ്വകാര്യ മേഖലയിൽ അല്ലെങ്കിൽ വളരെ പാർശ്വവൽക്കരിക്കപ്പെട്ടുകൊണ്ട് കൈകാര്യം ചെയ്യപ്പെടാൻ പാടില്ല. അത് മെയിൻ സ്ട്രീമിൽ മുഖ്യധാരയിൽ തന്നെ വരേണ്ടതുണ്ട് എന്നുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള സംഘടനകൾ കേരളത്തിൽ കുറെ ഉണ്ടായിരുന്നു. അന്വേഷിച്ചതിന് ശേഷം ഉണ്ടാക്കാം. അന്ന് ആദ്യഘട്ടത്തിൽ ബോധന എന്ന് പറയുന്ന സംഘടന ഉണ്ടായിരുന്നു കോഴിക്കോട്. പിന്നെ പ്രൊഫസർ സാറാ ജോസഫ് എന്ന് കേട്ടിട്ടുണ്ടാവും. സാറാ ജോസഫിന്റെ മാനുഷി എന്ന് പറഞ്ഞ സംഘടന, അങ്ങനെ കുറെ സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിച്ചു. സ്ത്രീ വിമോചന ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അതേസമയം ഞങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടുകളില്ല എന്നതിനർത്ഥമില്ല. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് രാഷ്ട്രീയ നിലപാടുകളുണ്ട്. ഞങ്ങളിൽ ഏറെ പേരും വന്നിട്ടുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്നാണ്. ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പൊ എന്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷെ ഇതിൽ പ്രവർത്തിച്ചിരുന്ന പ്രവർത്തകരുടെയൊക്കെ ഒരു പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ മിക്കവാറും എല്ലാവരും തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നേരത്തെ പ്രവർത്തിച്ചതൊക്കെയാണ്. അപ്പൊ അങ്ങനെ സമൂഹത്തോട് കമ്മിറ്റ്മെന്റ് ഉള്ള, സമൂഹത്തോട് പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള, സമൂഹ താല്പര്യങ്ങളോട് പ്രതിബദ്ധതയുള്ള വിഭാഗങ്ങൾ തന്നെയാണ്
ഈ ഗ്രൂപ്പുകൾ മുന്നോട്ട് വന്നിട്ടില്ലെങ്കിലും ആദ്യഘട്ടത്തിൽ ഞങ്ങളൊക്കെ വളരെയേറെ തെറ്റിദ്ധരിക്കപ്പെട്ടു. പുരുഷാധിപത്യ വ്യവസ്ഥിതി എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ സമൂഹത്തിലുണ്ടെന്നും ഈ പുരുഷാധിപത്യ വ്യവസ്ഥിതിക്കെതിരായിട്ടുള്ള സമരം അല്ലെങ്കിൽ ഇതൊരു അധികാര വ്യവസ്ഥിതിയാണ്. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു അധികാര വ്യവസ്ഥിതിയാണ്. കുടുംബത്തിനകത്തുള്ള സ്ത്രീ പുരുഷ അധികാരങ്ങളുടെ പ്രശ്നങ്ങൾ, അധികാര ബന്ധങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുക. സ്ത്രീധനത്തിന്റെ പ്രശ്നം, പീഡനങ്ങളുടെ പ്രശ്നം, അല്ലെങ്കിൽ ഭാര്യാപീഡനങ്ങളുടെ പ്രശ്നം ഒക്കെ ഞാൻ ഉന്നയിക്കുമ്പോൾ അതൊക്കെ സമൂഹത്തിലാകെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ വേണ്ടി കുറെ സ്ത്രീകൾ അറിയിപ്പിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷെ കാലക്രമേണ ഞങ്ങളുടെ സമൂഹം അംഗീകരിക്കുന്ന ഒരു രീതി, ഒരു മുഴുവനായിട്ട് അംഗീകരിച്ചത് ഇപ്പോഴും പറയാൻ പറ്റില്ലെങ്കിലും ഒരു ഇംഗ്ലീഷ് പറയും ലെജിറ്റിമേറ്റ് ആക്സെപ്റ്റ്, അതായത് കുടുംബത്തുകൊണ്ട് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരുന്ന, നമ്മളെ അംഗീകരിക്കേണ്ടി വരുന്ന അവസ്ഥയാണ്. ഞങ്ങള് 1990 കേരളത്തിലെ കോഴിക്കോട് വെച്ച് വലിയൊരു സ്ത്രീ മോചന സമ്മേളനം നടത്തുകയുണ്ടായി. അതിനുശേഷം ഉണ്ടായ ഡെവലപ്മെന്റ് 95 കേരള ഡെവലപ്മെന്റ് കോൺഫറൻസ്, അത് വെച്ചിട്ട് EMS തന്നെ പുരുഷാധിപത്യ വ്യവസ്ഥിതി എന്ന് പറഞ്ഞ ഒരു വ്യവസ്ഥിതിയെന്നും അതിന് കീഴിൽ സ്ത്രീകൾ വളരെയേറെ പീഡിപ്പിക്കപ്പെടുന്നതെന്നും അംഗീകരിക്കേണ്ടത് പരസ്യമായിട്ട് നിങ്ങൾ പറയുന്നില്ല. അതിനുശേഷം തീർച്ചയായിട്ടും വളരെയേറെ മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഇന്നിപ്പം ഒരുപാട് നിയമങ്ങൾ സ്ത്രീകളുടെ നേരെയുള്ള അതിക്രമങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ സ്ത്രീധന പ്രശ്നം ഞാൻ പറഞ്ഞു, സ്ത്രീധന നിരോധന നിയമം നമ്മുടെ നാട്ടിൽ വന്നിട്ട് കുറെ നാളുകൾ. പക്ഷെ ഇന്നുവരെ സ്ത്രീധനം കൊടുത്തതിന്റെയും വാങ്ങിയതിന്റെയും പേരിൽ ആരും തന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വരാത്തതെന്ന് ചോദിച്ചാൽ ഒരു പരാതിക്കാരൻ പോലും ഇല്ലാതെ. പരാതിപ്പെടാൻ ആരെങ്കിലും വേണ്ടേ? ഒരു കേസ് കൊടുക്കണമെങ്കിൽ ഇപ്പൊ പോലീസാണെങ്കിൽ നിയമമാണെങ്കിൽ അവർ ചോദിക്കും ആരാ പരാതിപ്പെടുന്നത്? പരാതിപ്പെടാതെ കേസെടുക്കാൻ പറ്റില്ല. കേസെടുക്കാൻ പറ്റാതെ എന്താ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ വിഭാഗങ്ങളിലും ഇന്നും സ്ത്രീധനം എന്ന് പറഞ്ഞ സാമൂഹ്യ ദുരാചാരം നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും സ്ത്രീധന സമ്പ്രദായം അല്ലെങ്കിൽ സ്ത്രീധനെതിരായിട്ട് ശക്തമായ ഒരു നീക്കം നടത്താനോ അല്ലെങ്കിൽ ഇതിനെതിരായിട്ട് എന്തെങ്കിലും ഒരു പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനോ ഫലപ്രദമായ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനോ നമുക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കെതിരായിട്ട് അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നു. അത് കുടുംബത്തിനകത്ത് വർദ്ധിച്ചു വരുന്നു, പൊതുസ്ഥലങ്ങളിൽ വർദ്ധിച്ചു വരുന്നു. സ്ത്രീകൾ ജനസംഖ്യയുടെ 50% വരുന്ന ഒരു വിഭാഗമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഞങ്ങളുടെ മലബാർ ഭാഗത്തൊക്കെ സ്ത്രീകൾ ഒരു 10-15-20 കൊല്ലം ആയിട്ടാണ് പുറത്തോട്ട് ഇറങ്ങി പറഞ്ഞത് തൊഴിലേക്ക്. മുമ്പൊക്കെ സ്ത്രീകൾ പുറത്തുപോയി ജോലി ചെയ്യാൻ വരുന്നതൊക്കെ കുടുംബത്തിന് മാനക്കാരാണ്, തറവാട്ടുമായൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷെ ഇന്നിപ്പോ അങ്ങനെ ആരും ചിന്തിക്കുന്നില്ല. സ്ത്രീകൾ പോയി തൊഴിലെടുക്കണം, സ്ത്രീകൾ പോയി അധ്വാനിച്ചാൽ തന്നെ കുടുംബം പുലർത്താൻ പറ്റുള്ളൂ എന്നൊക്കെ എല്ലാവരും അംഗീകരിച്ചു തുടങ്ങിയ. പക്ഷെ അങ്ങനെ വരുമ്പോ പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെയേറെയാണ്. അതിലൊന്നാണ് ഇപ്പൊ സൗമ്യ അനുഭവിച്ചത്. അങ്ങനെ നിത്യേന നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ബസ് യാത്ര ചെയ്യുമ്പോൾ, പൊതുസ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ, പൊതുസ്ഥലങ്ങൾ നമുക്ക് എപ്പോഴും അന്യമായി നിൽക്കുന്ന അവസ്ഥ. അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള സാമൂഹ്യമായിട്ടുള്ള പ്രവർത്തന മേഖലകൾ, അവിടെയും നമ്മുടെ എത്രത്തോളം സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോ ഒരു കാര്യം ഞാൻ പറയാം, 33% സംവരണം സ്ത്രീകൾക്ക് നിയമസഭയിലും പാർലമെന്റിലും വേണമെന്ന് പറയുന്നൊരു ബില്ല് എത്ര കാലമായി നമ്മുടെ പാർലമെന്റിൽ ഉണ്ടാക്കിയിരുന്നു അല്ലേ? എത്ര കാലമായി? ഇപ്പോ അത് രാജ്യസഭ പാസ്സാക്കി, ലോക്സഭ പാസ്സാക്കുന്നത് ഈ പിന്നെ എന്താ പറയാ എംപിമാരുടെ ശമ്പള വർധനവോ അല്ലെങ്കിൽ അടുത്തുള്ള അലവൻസ് വർധനവോ അതല്ലെങ്കിൽ ബഡ്ജറ്റ്, അതുപോലെ എന്തെങ്കിലും അപ്പൊ നമുക്കറിയാലോ ആണവ കരാറിന് ചൊല്ലിയുള്ള തർക്കങ്ങൾ എന്തൊക്കെയാണ് പാർലമെന്റിൽ ഉണ്ടാക്കിയത്. ആണവ കരാറ് സ്വീകരിക്കണമെന്ന് UPA പ്രധാന കക്ഷിയായ കോൺഗ്രസും അതുപോലെ സ്വീകരിക്കരുതെന്ന് പറഞ്ഞിട്ട് ഇടതുപക്ഷവും തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പക്ഷെ ഇടതുപക്ഷത്തിന്റെ എല്ലാ എതിർപ്പുകളും അവഗണിച്ചുകൊണ്ട് കാണാൻ കരാറ് മൻമോഹൻ സിംഗ് സർക്കാർ അംഗീകരിക്കുന്നു. അപ്പോ ഒരു സർക്കാരിന് ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ
ഒരു ബില്ല് നിയമമാക്കാൻ പ്രയാസമില്ല.